ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഏകദേശം 3 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. സെയിൽസ്മാൻ്റെ, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പരമാവധി എല്ലാ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുക പറഞ്ഞിട്ടാണ്. അതിൽ നമ്മുടെ 3 ക്ലാസ് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞിട്ട് പോകുന്നതിൽ കൂടെ കുറച്ച് കറണ്ട് അഫയേഴ്സും കൂടി പറയാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ ടോപ്പിക് മൊത്തമായിട്ട് തീരത്തില്ല. അതുകൊണ്ട് ഒരു 10 കറണ്ട് അഫയേഴ്സും കൂടിയാണ് ഫസ്റ്റ് പറഞ്ഞതിന് ശേഷമാണ് ഇന്ത്യൻ ചരിത്രത്തിലേക്ക് ഞാൻ കിടക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം അത് തുടങ്ങാം. ആദ്യം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ആർച്ച് റെയിൽവേ പാലം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ആർച്ച് റെയിൽവേ പാലം ഏതാണ്? ചെനാബ് റെയിൽവേ പാലമാണ്. 2025 ജൂൺ 6 നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ലോകത്തിലെ ഉയരത്തിലുള്ള ആർച്ച് റെയിൽവേ പാലം ചെനാബ് റെയിൽവേ പാലം 2025 ജൂൺ 6 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ആകെ റാംസർ സൈറ്റ് എത്രണ്ണമാണ് എന്ന് ചോദിച്ചാൽ 91 എണ്ണമാണ്. ഇന്ത്യയിലെ ആകെ റാംസർ സൈറ്റ് 91 എണ്ണമാണ്. 2025 ജൂണിൽ 18ാം IPL കിരീടം നേടിയത് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു. 2025 ജൂണിൽ 18ാം IPL കിരീടം നേടിയത് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഹരിയാന. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഹരിയാന. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് അരങ്ങേറുന്ന രാജ്യം ഇന്ത്യ. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് അരങ്ങേറുന്ന രാജ്യം ഇന്ത്യ. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത ജില്ലയായി മാറിയത് കണ്ണൂർ. സംസ്ഥാനത്തെ ആദ്യ ദാരിദ്ര്യമുക്ത ജില്ലയായി മാറിയത് കണ്ണൂർ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടി എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി പദ്ധതി. 2025 72ാം ലോകസുന്ദരി കിരീടം നേടിയത് ഒപാൽ സുജാത ചോങ്ശ്രീയാണ്. ഒപാൽ സുജാത ചോങ്ശ്രീ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഗജസിംഹയാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഭാഗ്യചിഹ്നം ഗജസിംഹ. വേദി ബീഹാർ ആയിരുന്നു. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയറിൽ ഫോട്ടോഗ്രാഫറായി തെരഞ്ഞെടുക്കപ്പെട്ടത് സമർ അബു എലൂഫാണ്. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഫോട്ടോഗ്രാഫർ ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് സമർ അബു എലൂഫാണ്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് മീനങ്ങാടി. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് മീനങ്ങാടി. കേരളത്തിലെ ആദ്യ പുകയില രഹിത ഗ്രാമമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പനമരമാണ്. വയനാടാണ് കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമമായി തെരഞ്ഞെടുക്കപ്പെട്ടത് വയനാട് ജില്ലയിലെ ഗ്രാമമായ പനമരമാണ്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബ് ഇക്യൂബ്. എൻജോയ്, എൻഹാൻസ്, എൻറിച്ച്. അതാണ് ഇക്യൂബ് എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. എൻജോയ്, എൻഹാൻസ്, എൻറിച്ച് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബാണ് ഇക്യൂബ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തുടർച്ചയായി ഏറ്റവും അധിക തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രി നിർമ്മല സീതാരാമനാണ്. തുടർച്ചയായി ഏറ്റവും അധികം തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രി നിർമ്മല സീതാരാമനാണ്. ഓക്കെ, നമുക്ക് ഇന്ന് തൽക്കാലം ഇത്ര GK ക്വസ്റ്റ്യൻസ് മതി. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കായ ഇന്ത്യൻ ചരിത്രത്തിലേക്ക് പോവാം. നാം പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാപ്റ്റർ തീർക്കുക എന്ന് മാത്രമാണ് നമ്മളതിലൂടെ ഉദ്ദേശിടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പ്ലനേഷൻ ഉള്ള ക്ലാസ് ആവാൻ സാധ്യതയില്ല. നമ്മൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ പോലെ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, തുടങ്ങാം. റായ് പിത്തോറ എന്നറിയപ്പെടുന്ന ഡൽഹി രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് ഒന്നാം തറൈൻ യുദ്ധം. AD 1191. അപ്പോൾ റായ് പിത്തോറ എന്നറിയപ്പെടുന്ന ഡൽഹി രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് ഒന്നാം തറൈൻ യുദ്ധം എന്നറിയപ്പെടുന്നത്. അത് AD 1191 നടന്നത്. അങ്ങനെയാകുമ്പോൾ രണ്ടാം തറൈൻ യുദ്ധം എപ്പോഴാണ് നടന്നത്? 1192. ഡൽഹി ഭരിച്ചിരുന്ന സുൽത്താനേറ്റ് രാജവംശങ്ങൾ ആരൊക്കെയാണ് പറഞ്ഞാൽ അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. അത് ഓർമ്മ വയ്ക്കാനും വേണ്ടി അടി ഖിൽജി തുഗ്ലക്കിനെ സയ്യിദ് ഓടി എന്ന് ഓർത്ത് വെച്ചാൽ മതി. അടി ഖിൽജി തുഗ്ലക്കിനെ സയ്യിദ് ഓടി. അപ്പൊ അടിമവംശം വന്നു, ഖിൽജി വംശം വന്നു, തുഗ്ലക് വംശം വന്നു, സയ്യിദ് വംശം വന്നു, ലോധി വംശം വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം അടിമവംശം സ്ഥാപിച്ച വ്യക്തിയാണ് കുത്തുബുദ്ദീൻ ഐബക്ക് എന്നറിയപ്പെടുന്നത്. ലാഖ് ബാഷ എന്നറിയപ്പെടുന്ന ഭരണാധികാരി കൂടിയാണ് കുത്തുബുദ്ദീൻ ഐബക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം അടിമവംശം സ്ഥാപിച്ച വ്യക്തിയാണ്
കുതുബുദ്ദീൻ ഐബക്ക് ലാക് ബാഷ എന്നും ഈ ഭരണാധികാരി അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാമിക ശൈലിയിൽ നിർമ്മിച്ച കെട്ടിടം ഏതാണ്? കുവത്ത് ഉൽ ഇസ്ലാം മസ്ജിദ്. ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാമിക ശൈലിയിൽ നിർമ്മിച്ച കെട്ടിടമാണ് കുവത്ത് ഉൽ ഇസ്ലാം മസ്ജിദ്. ഡൽഹി സുൽത്താനേറ്റിന്റെ യഥാർത്ഥ സ്ഥാപകനാണ് ഇൽത്തുമിഷ്. ഡൽഹി സുൽത്താനേറ്റിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷ് ആണ്. കുത്തബ് മിനാറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇൽത്തുമിഷ് ആണ്, പക്ഷെ അത് ആരംഭിച്ചത് കുതുബുദ്ദീൻ ഐബക്ക് ആണ്. കുത്തബ് മിനാറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇൽത്തുമിഷ് ആണെങ്കിലും ആരംഭിച്ചത് കുതുബുദ്ദീൻ ഐബക്ക് ആണ്. ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ചിരുന്ന രാജവംശമാണ് ഗിൽജി രാജവംശം. സ്ഥാപകൻ ജലാലുദ്ദീൻ ഖിൽജി ആണ്. ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ചിരുന്ന രാജവംശമാണ് ഗിൽജി രാജവംശം. സ്ഥാപകൻ ജലാലുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയുടെ മുഖ്യ കവിയാണ് അമീർ ഖുസ്രോ. അലാവുദ്ദീൻ ഖിൽജിയുടെ മുഖ്യ കവി അമീർ ഖുസ്രോ. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയിൽ പണികഴിപ്പിച്ച ആദ്യ ഇന്ത്യൻ സ്മാരകമാണ് അലൈ ദർവാസ. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയിൽ പണികഴിപ്പിച്ച ആദ്യ ഇന്ത്യൻ സ്മാരകമാണ് അലൈ ദർവാസ. ഡൽഹി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സുൽത്താനേറ്റ് രാജവംശമാണ് തുഗ്ലക് രാജവംശം. രാജവംശം സ്ഥാപിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സുൽത്താനേറ്റ് രാജവംശം തുഗ്ലക് രാജവംശവും ഏറ്റവും കുറച്ചു കാലം ഭരിച്ചത് ഗിൽജി രാജവംശവുമാണ്. ഖലീഫയുടെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് ഫിറോസ് ഷാ തുഗ്ലക്. ഡൽഹിയുടെ പ്രതിപുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരിയാണ് ഫിറോസ് ഷാ തുഗ്ലക്. ഡൽഹി ഭരിച്ച അവസാനത്തെ സുൽത്താൻ വംശമാണ് ലോധി വംശം. ആഗ്ര പട്ടണം സ്ഥാപിച്ചത് സിക്കന്ദർ ലോധിയാണ്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1526 ബാബർ വിസ് ഇബ്രാഹിം ലോധിയായിരുന്നു. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടത്തിയത് ബാബർ വിസ് ഇബ്രാഹിം ലോധിയാണ്. ഷാനാമ രചിച്ചത് ഫിർദൗസി. കിതാബുൽ ഹിന്ദ്, താരിഖ് ഇ ഹിന്ദ് എന്നിവ രചിച്ചത് അൽബറൂനിയാണ്. തുഗ്ലക് നാമ രചിച്ചത് അമീർ ഖുസ്രോ ആണ്. ഷാനാമ രചിച്ചത് ഫിർദൗസി. കിതാബുൽ ഹിന്ദ്, താരിഖ് ഇ ഹിന്ദ് രചിച്ചത് അൽബറൂനി. തുഗ്ലക് നാമ രചിച്ചത് അമീർ ഖുസ്രോ. ഇനി നമുക്ക് കൃതികൾ, എഴുത്തുകാർ എന്നിവ നോക്കാം. ഈ പറഞ്ഞതിന്റെ തുടർച്ചയായി തന്നെയാണ്, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഷാനാമ രചിച്ചത് ആരാണ്? ഫിർദൗസി. ഷാനാമ രചിച്ചത് ഫിർദൗസി. കിതാബുൽ ഹിന്ദ്, താരിഖ് ഇ ഹിന്ദ് എന്നിവ രചിച്ചത് അൽബറൂനി. കിതാബ് ഉൽ ഹിന്ദ്, താരിഖ് ഇ ഹിന്ദ് എന്നിവ രചിച്ചത് അൽബറൂനി. തുഗ്ലക് നാമ രചിച്ചത് അമീർ ഖുസ്രോ. തുഗ്ലക് നാമ രചിച്ചത് അമീർ ഖുസ്രോ. ലൈല മജ്നു അമീർ ഖുസ്രോവിൻ്റെത് തന്നെയാണ്. താരിഖ് ഇ അലയും അമീർ ഖുസ്രോവിൻ്റെതാണ്. തുഗ്ലക് നാമ, ലൈല മജ്നു, താരിഖ് ഇ അല എന്നിവ രചിച്ചത് അമീർ ഖുസ്രോ. സഫർനാമ, രഹല എന്നിവ രചിച്ചത് ഇബ്നു ബത്തൂത്തയാണ്. സഫർനാമ, രഹല എന്നിവ രചിച്ചത് ഇബ്നു ബത്തൂത്തയാണ്. ഇനി യുദ്ധങ്ങളും കൂടി പറയാം. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1526. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1526. ഗാൻവ യുദ്ധം നടന്നത് 1527. ഗാഗ്ര യുദ്ധം നടന്നത് 1529. കനോജ് യുദ്ധം നടന്നത് 1540. രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1556. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1526 രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1556 നിർഭാഗ്യവാനായ മുഗൾ രാജാവ് എന്നറിയപ്പെടുന്നത് ഹുമയൂൺ ആണ്. നിർഭാഗ്യവാനായ മുഗൾ രാജാവ് എന്നറിയപ്പെടുന്നത് ഹുമയൂൺ ആണ്. ബാബറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കാബൂളിലാണ്. ബാബറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കാബൂളിലാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ബാബറാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ബാബറാണ്. ഹുമയൂണിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഹുമയൂൺ നാമ എന്ന ഹുമയൂണിന്റെ ജീവചരിത്രം എഴുതിയത് ഗുൽബദർ ബാനു ബീഗമാണ്. ഹുമയൂണിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഓക്കെ, അടുത്തത് കനൗജ് യുദ്ധം നടന്ന വർഷം 1540 മെയ് 17. കനൗജ് യുദ്ധം നടന്ന വർഷം 1540 മെയ് 17. രണ്ടാം പാനിപ്പറ്റ് യുദ്ധം നടന്ന വർഷം 1556 നവംബർ 5. രണ്ടാം പാനിപ്പറ്റ് യുദ്ധം നടന്ന വർഷം 1556 നവംബർ 5-നാണ്. എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള പൊതുവായ പോയിന്റുകളുള്ള ദീൻ ഇലാഹി എന്ന പേരിൽ പുതിയ മതം സ്ഥാപിച്ചത് അക്ബറാണ്. അപ്പോൾ ദീൻ ഇലാഹി എന്ന പുതിയ മതം സ്ഥാപിച്ചത് ആരാണ്? അക്ബർ ആയിരുന്നു. അതിന്റെ പ്രത്യേകത എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള പൊതുവായ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പുതിയ മതം ഉണ്ടാക്കിയതായിരുന്നു ദീൻ ഇലാഹി. അതുണ്ടാക്കിയത് അക്ബർ ആയിരുന്നു. ദീൻ ഇലാഹി എന്ന മതം ഉണ്ടാക്കിയത് ആരാണ്? അക്ബർ. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് 1336-ലാണ്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് 1336-ലാണ്. വിജയനഗരത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹംപിയാണ്. ഹംപിയെ അവശിഷ്ടങ്ങളുടെ നഗരം എന്നാണ് അറിയപ്പെടുന്നത്.
വിജയനഗരത്തിലെ 4 രാജവംശങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ സംഗമ രാജവംശം, സാലുവ രാജവംശം, തുളുവ രാജവംശം, അരവിഡു രാജവംശം. സംഗമ രാജവംശം, സാലുവ രാജവംശം, തുളു രാജവംശം, അരവിഡു രാജവംശം. ബാഹ്മിനി രാജവംശത്തിന്റെ സ്ഥാപകൻ ബാഹ്മിനി രാജവംശത്തിന്റെ സ്ഥാപകൻ അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. മറാഠ രാജവംശത്തിന്റെ സ്ഥാപകൻ ശിവജി. മറാഠ രാജവംശത്തിന്റെ സ്ഥാപകൻ ശിവജി. ഇനി നമുക്ക് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നതിന് മുമ്പ് അത് വ്യാപാരം നടത്തിയ ഇംഗ്ലീഷുകാരാണ് ജോൺ മിൽട്ടൺ ഹാർട്ട് എന്ന്. അത് ജോൺ കമ്പനി എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നും നമ്മൾ പറഞ്ഞു. അക്ബറുടെ സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച് എന്ന് പറയുന്നത്. ഇനി യുദ്ധങ്ങളെ കുറിച്ച് പറയാം. ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്നത് 1746 1748 യൂറോപ്പിലുണ്ടായ ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധത്തിന്റെ പരിണത ഫലമായിട്ടായിരുന്നു ഇന്ത്യയിൽ ഒന്നാം കർണാട്ടിക് യുദ്ധം. കർണാട്ടിക് യുദ്ധങ്ങൾ ഉണ്ടായിരുന്നത് 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം 1746 to 1748. ഒന്നാം കർണാട്ടിക് യുദ്ധ സമയത്ത് ഫ്രഞ്ച് ഗവർണർ ഡൂബ്ലെ ആയിരുന്നു. യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി എക്സ്ലാ ചപ്ര ഉടമ്പടിയായിരുന്നു. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധം 1746, രണ്ടാം കർണാട്ടിക് യുദ്ധം 1749 മുതൽ 1754 വരെയായിരുന്നു. ഒരു കൊല്ലത്തെ വ്യത്യാസത്തിലാണ് അടുത്ത യുദ്ധം നടന്നത്. ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 1748 വരെ. രണ്ടാം കർണാട്ടിക് യുദ്ധം 1749 മുതൽ 1754 വരെ. ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. മൂന്നാം കർണാട്ടിക് യുദ്ധം 1757 മുതൽ 1763 വരെയാണ്. ഇത് 1763 പാരീസ് ഉടമ്പടിയോടെയാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത്. അതുപോലെ ഒന്നാം മൈസൂർ യുദ്ധം. ഇനി മൈസൂർ യുദ്ധത്തെ കുറിച്ച് നോക്കാം. ഒന്നാം മൈസൂർ യുദ്ധം 1767 മുതൽ 1769 വരെയാണ്. ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു മൈസൂർ യുദ്ധം നടന്നത്. ഹൈദരാലി പിന്നെ ടിപ്പു, ബ്രിട്ടീഷുകാർ, ഇങ്ങനെയായിരുന്നു മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം പറയുന്നത്. ഹൈദരാലിക്ക് ശേഷം മകനായ ടിപ്പു ഭരണം ഏറ്റെടുത്തതിന് ശേഷം ബാക്കി മൈസൂർ യുദ്ധങ്ങൾ നടന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാം മൈസൂർ യുദ്ധം 1767 മുതൽ 1769 വരെ. ഹൈദരാലിയും ബ്രിട്ടീഷുകാരുമാണ്. മദ്രാസ് ഉടമ്പടിയോടെ യുദ്ധം അവസാനിച്ചു. യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു. രണ്ടാം മൈസൂർ യുദ്ധം വന്നിട്ട് 1780 മുതൽ 1784 വരെയായിരുന്നു. ഹൈദരാലിയുടെ മരണത്തെ തുടർന്ന് ടിപ്പു സുൽത്താൻ യുദ്ധം നയിച്ചിട്ടുണ്ടായിരുന്നു. മംഗലാപുരം സന്ധിയോടെയാണ് യുദ്ധം അവസാനിപ്പിച്ചത്. 1784 മംഗലാപുരം സന്ധിയോടെ യുദ്ധം അവസാനിപ്പിച്ചു. രണ്ടാം മൈസൂർ യുദ്ധം 1780 മുതൽ 1784 വരെയാണ്. മൂന്നാം മൈസൂർ യുദ്ധം 1790 മുതൽ 1792 വരെയാണ്. 1790 മുതൽ 1792 വരെയായിരുന്നു. അടുത്തത് നാലാം മൈസൂർ യുദ്ധം 1799. നാലാം മൈസൂർ യുദ്ധം 1799. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ജാക്കോബിൻ ക്ലബിൽ അംഗമായ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ ടിപ്പു സുൽത്താനാണ്. ജാക്കോബിൻ ക്ലബിൽ അംഗമായ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ടിപ്പു സുൽത്താനാണ്. ബ്രിട്ടീഷുകാരും മറാഠ വംശവും തമ്മിലുണ്ടായ യുദ്ധമാണ് മറാഠ യുദ്ധം എന്നറിയപ്പെടുന്നത്. 3 മറാഠ യുദ്ധങ്ങളുണ്ട്. ഒന്നാം മറാഠ യുദ്ധം 1775 മുതൽ 1782 വരെ. രണ്ടാം മറാഠ യുദ്ധം 1803 മുതൽ 1805 വരെ. മൂന്നാം മറാഠ യുദ്ധം 1817 മുതൽ 1819 വരെ. ഈ മൂന്നാം മറാഠ യുദ്ധത്തോടെ ബ്രിട്ടീഷുകൾ മറാഠ വംശത്തിന് മേൽ പൂർണ്ണമായ ആധിപത്യം നേടി. രണ്ടാം മറാഠ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടിയാണ് രാജ്ഘട്ട് ഉടമ്പടി. 1805 രാജ്ഘട്ട് ഉടമ്പടി എന്ന് പറയുന്നത്. അടുത്ത 1840 ബ്രിട്ടീഷ് ഭരണാധികാരികളും പഞ്ചാബിലെ സിഖ് സാമ്രാജ്യവും തമ്മിൽ നടത്തിയ യുദ്ധമാണ് ആംഗ്ലോ യുദ്ധം എന്നറിയപ്പെടുന്നത്. 2 ആംഗ്ലോ യുദ്ധങ്ങളുണ്ട്. ഒന്നാം ആംഗ്ലോ യുദ്ധം 1845 മുതൽ 1846 വരെ. രണ്ടാം ആംഗ്ലോ യുദ്ധം 1848 മുതൽ 1849 വരെ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ഇന്ത്യയിലെ അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധമാണ്. സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം നടന്നത്. 1757 ജൂൺ 23 പ്ലാസി യുദ്ധം നടന്നത്. 1757 ജൂൺ 23. പ്രധാന കാരണം എന്തായിരുന്നു? 1756 ഇരുട്ടറ ദുരന്തമായിരുന്നു.
യുദ്ധാനന്തരം ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണറായി ബംഗാളിലെ രാജാവായി ബ്രിട്ടീഷുകാർ അവരോധിച്ചത് ആരെയാണ്? മിർജാഫറിനെയാണ്. യുദ്ധാനന്തരം ബംഗാളിലെ രാജാവായി ബ്രിട്ടീഷുകാർ അവരോധിച്ചത് മിർജാഫറിനെ ആയിരുന്നു. ബക്സർ യുദ്ധം നടന്ന വർഷം 1764. ബക്സർ യുദ്ധം നടന്ന വർഷം 1764. അടുത്തത് നമുക്ക് ഇനി നികുതികളെ കുറിച്ച് പറയാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ 3 തരം നികുതികളാണ് നടപ്പിലാക്കിയിരുന്നത്. ഏതൊക്കെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയട്ട്വാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം. ബ്രിട്ടീഷുകാർ ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. അത് ആരാണ് നടപ്പിലാക്കിയത്? കോൺവാലിസ് പ്രഭുവാണ്. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അത് നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. അടുത്തത് റൈറ്റ്വാരി സമ്പ്രദായം. ബോംബെ, ഡെക്കാൻ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം റൈറ്റ്വാരി സമ്പ്രദായം. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാളിലും ബോംബെ, ഡെക്കാൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയത് റൈറ്റ്വാരിയും. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ആഗ്ര, സെൻട്രൽ പ്രൊവിൻഷ്യസ്, പഞ്ചാബ് എന്നീ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി എന്നറിയപ്പെടുന്നത്. ഇനി കലാപങ്ങളിലേക്ക് കടക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ ആദ്യത്തെ പറയുന്നതാണ് സന്യാസി ലഹള നടന്നത് 1763 മുതൽ 1800 വരെയായിരുന്നു സന്യാസി ലഹള നടന്നത്. സന്യാസി ലഹള നടന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബംഗാൾ, ബീഹാർ, ഒറീസ. പിന്നെ നമ്മുടെ കേരളത്തിൽ നടന്ന പഴശ്ശി കലാപങ്ങൾ, അത് നമ്മൾ കേരള ചരിത്രത്തിൽ വിശദമായി പറഞ്ഞിരുന്നു. കുറിച്ചി കലാപം 1812 നടന്ന കുറിച്ചി കലാപവും പറഞ്ഞു. പഴശ്ശി കലാപം 1793 മുതൽ 1805 വരെയായിരുന്നു. 2 പഴശ്ശി കലാപമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ നീലം കർഷകരുടെ കലാപം 1859. നീലം കർഷകരുടെ കലാപം. ഈ നീലം കർഷകരുടെ കലാപത്തെ തുടർന്ന് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? നീലം കർഷകരുടെ കലാപത്തെ തുടർന്ന് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? 1859 ദീനബന്ധു മിശ്രയാണ്. അടുത്തത് സന്താൾ കലാപം 1855 മുതൽ 1856 വരെയായിരുന്നു സന്താൾ കലാപം നടന്നിട്ടുണ്ടായിരുന്നത്. എപ്പോൾ വരെയാണ്? 1855 മുതൽ 1856 വരെ. പിന്നീട് കേരളത്തിൽ നടന്ന മലബാർ കലാപങ്ങൾ 1921 നടന്ന മലബാർ കലാപങ്ങൾ. ഇനി നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവത്തെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്. 1857 വിപ്ലവത്തെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റ്, ഉത്തർപ്രദേശ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റ്, ഉത്തർപ്രദേശ്. വിപ്ലവത്തിന്റെ ചിഹ്നമായി കണക്കാക്കിയിരുന്നത് താമരയും ചപ്പാത്തിയുമാണ്. ചപ്പാത്തിയുമാണ്. 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ. 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ നിക്കോൾസൺ ആണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858 ജൂൺ 18-നാണ്. ഝാൻസി റാണിയുടെ മറ്റു പേരുകളാണ് മനുബായ്, മണികർണിക എന്നിവ ഝാൻസി റാണിയുടെ മറ്റു പേരുകളാണ്. ഝാൻസി റാണി മരണമടഞ്ഞ സ്ഥലമാണ് ഗോളിയോർ. പേഷ്വ ബാജിറാവു രണ്ടാമന്റെ ദത്തുപുത്രൻ ആരാണ്? നാനാ സാഹിബ് പേശി. ബാജിറാവു രണ്ടാമന്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ ഒറിജിനൽ നെയിമാണ് ദോണ്ടു പന്ത്. നാനാ സാഹിബിന്റെ സൈനിക മേധാവിയാണ് താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ ശരിക്കുള്ള പേരാണ് രാമചന്ദ്ര പാണ്ഡുരംഗ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധം നടത്തിയ നേതാവാണ് താന്തിയ തോപ്പി. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് സർ കോളിൻസ് ക്യാമ്പെയിൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇനി ഈ നേതാക്കന്മാര് പ്രധാന സ്ഥലങ്ങൾ എവിടെയെന്ന് നോക്കാം. ഝാൻസിയില് ഝാൻസി റാണി, ഗോളിയോറില് ഝാൻസി റാണി ലക്ഷ്മിബായും താന്തിയ തോപ്പിയും. ഗോളിയോറിലെ താന്തിയ തോപ്പി, റാണി ലക്ഷ്മിബായ്. ബീഹാറിലെ കൻവർ സിംഗ്. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ ആൻഡ് ജനറൽ ഭക്ത് ഖാൻ. അസാം ദിവാൻ മണിറാം.
മീററ്റ് ഖദ്ദം സിംഗ്, കാൺപൂർ നാനാ സാഹിബ്. കാൺപൂർ നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ആൾക്കാരെ മാത്രം നോക്കിയിട്ട് പോകാം. കാൺപൂരിൽ ആരായിരുന്നു? നാനാ സാഹിബ് താന്തിയ തോപ്പി. ഗോളിയോറിൽ ഝാൻസിയിലും ഝാൻസി റാണി, ഗോളിയോറിൽ താന്തിയ തോപ്പിയും ഝാൻസി റാണിയും. ബീഹാറിൽ കൻവർ സിംഗ്, കാൺപൂരിൽ നാനാ സാഹിബ് താന്തിയ തോപ്പി. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. ആഗ്ര ബീഗം ഹസ്രത്ത് മഹൽ, ഔദ് ബീഗം ഹസ്രത്ത് മഹൽ തന്നെയാണ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ഫൈസാബാദ് ആരാണ്? മൗലവി അഹമ്മദുള്ള. ഇവരൊക്കെയായിരുന്നു പ്രധാന സ്ഥലങ്ങളിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കന്മാർ എന്നറിയപ്പെടുന്നത്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ജോൺ ലോറൻസും ജോൺ സിലി, ജി മില്ലിസണും. ജോൺ സിലി ആൻഡ് ജി മില്ലിസൺ എന്നിവരാണ്. 1857 സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി.ഡി. സവർക്കർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി.ഡി. സവർക്കർ. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തന്നെ ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യം ചെയ്ത വ്യക്തിയാണ് കാറൽ മാർക്സ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തത് 1857 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ചോദിച്ചാൽ കാനിങ് പ്രഭുവായിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സൺ പ്രഭുവായിരുന്നു. ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു, പ്രധാനമന്ത്രി പാൽമേഴ്സൺ പ്രഭു, ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി എന്നിവരായിരുന്നു. ഇനി അടുത്തത് 1858 രാജ്ഞിയുടെ വിളംബരം. അതിനെയാണ് ഇന്ത്യൻ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. 1858 രാജ്ഞിയുടെ വിളംബരമാണ്. നമ്മൾ ഈ ഓരോ പ്രദേശങ്ങളില് നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു, കലാപം നടത്തിയ നേതാക്കന്മാരെ. അതുപോലെ അവിടെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് മേധാവികൾ ആരൊക്കെയാണെന്നും കൂടി നോക്കാം. ലക്നൌല് കോളിംഗ് ക്യാമ്പയിലാണ്. ലക്നൗ, കാൺപൂർ എന്നിവയിൽ കോളിംഗ് ക്യാമ്പയിലും. ഡൽഹിയില് ജോൺ നിക്കോൾസൺ ആയിരുന്നു. ഡൽഹി കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ജോൺ നിക്കോൾസൺ ആയിരുന്നു. ഝാൻസിയെ ഹ്യൂ ഗ്രോസ്. ആരയില് വില്യം ടൈലർ ആയിരുന്നു. രാജ്ഞിയുടെ വിളംബരം അറിയപ്പെട്ട മറ്റേ ഒരു പേരാണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോഴുള്ള വൈസ്രോയി മിന്റോ സെക്കൻഡും ബംഗാൾ വിഭജനം നടത്തിയ പ്രഭു കൾസൺ പ്രഭുവായിരുന്നു. ബംഗാൾ വിഭജനം 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം നടന്നത്. ആ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയിയാണ് ഹാർഡിഞ്ച് സെക്കൻഡ്. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയിയാണ് ഹാർഡിഞ്ച് സെക്കൻഡ് എന്നറിയപ്പെടുന്നത്. അടുത്തത് ഇനി INC യെ കുറിച്ച് പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറയാം. INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിതയാണ് പണ്ഡിത രമാബായ്. INC കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിതയാണ് പണ്ഡിത രമാബായ്. ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. കൽക്കട്ട സമ്മേളനം 1917 പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണെങ്കിലും ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? സരോജിനി നായിഡു ആയിരുന്നു. 1925 INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? WC ബാനർജി. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജിയാണ്. 2 തവണ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുണ്ട്. നമുക്ക് INCയിൽ കുറേ സമ്മേളനങ്ങളുണ്ട്. അപ്പോൾ അതില് ഓരോന്നും പറഞ്ഞിട്ട് പോകണമെന്ന് നമുക്ക് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. എന്നാലും ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം പറയാം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല നാമം എന്താണ്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ അലൻ ഒക്ടോവിയർ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ അലൻ ഒക്ടോവിയർ ഹ്യൂം. അത് രൂപീകൃതമായത് 1885 ഡിസംബർ 28 കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി സർ സി ശങ്കരൻ നായർ. INCയുടെ പാഴ്സി മതക്കാരനായ ആദ്യ പ്രസിഡന്റാണ് ദാദാഭായ് നവറോജി എന്നറിയപ്പെടുന്നത്. കോൺഗ്രസിന്റെ രൂപീകരണത്തിന് കാരണമായ പ്രമുഖ സിദ്ധാന്തമായിരുന്നു സുരക്ഷാ വാൽവ് സിദ്ധാന്തം.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലാണ്. അത് രൂപീകരിച്ച സ്ഥാപകൻ അലൻ ഒക്ടോവിയർ ഹ്യൂമായിരുന്നു. രൂപീകൃതമായത് 1885 ഡിസംബർ 28-നായിരുന്നു. ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72 ആണ്. INCയുടെ ആദ്യത്തെ വിദേശീയ പ്രസിഡന്റ് ജോൺ യൂളും 2 പ്രാവശ്യം INCയുടെ പ്രസിഡന്റായ വിദേശി വില്യം വേർഡൻ ബേണോ ആണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൽക്കട്ട സമ്മേളനമാണ്. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911 കൽക്കട്ട സമ്മേളനമാണ്. രണ്ടും കൽക്കട്ട സമ്മേളനത്തിലായിരുന്നു. വന്ദേ മാതരം 1896 ജനഗണമന 1911 സൂററ്റ് പിളർപ്പ് നടന്നത് 1917 സൂററ്റ് പിളർപ്പ് നടന്നത് 1917 കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞ കോൺഗ്രസ് സമ്മേളനമാണ് സൂററ്റ് സമ്മേളനം എന്ന് പറയുന്നത്. അത് നടക്കുമ്പോഴുള്ള കോൺഗ്രസ് പ്രസിഡന്റ് രാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. രാഷ് ബിഹാരി ഘോഷാണ് 1907 സൂററ്റ് സമ്മേളനത്തിലെ പ്രസിഡന്റ് ആയിരുന്നത്. അപ്പോൾ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞത് സൂററ്റ് സമ്മേളനത്തിലായിരുന്നു. INCയുടെ ഔദ്യോഗിക ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യയാണ്. INCയുടെ ഔദ്യോഗിക ചിത്രകാരൻ പട്ടാഭി സീതാരാമയ്യയാണ്. കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് പറഞ്ഞത് ആനന്ദ മോഹൻ ബോസ് ആണ്. INC നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റി അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. യാചകരുടെ പ്രസ്ഥാനം എന്ന INCയെ വിശേഷിപ്പിച്ചത് അരവിന്ദ ഘോഷാണ്. അവധിക്കാല വിനോദ പരിപാടി എന്ന INCയെ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനാണ്. INCയുടെ സ്വാഭാവിക മരണത്തിലേക്ക് നയിക്കുകയാണ് തന്റെ ആഗമ ഉദ്ദേശം എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭുവാണ്. INCയുടെ സ്വാഭാവിക മരണത്തിലേക്ക് നയിക്കുകയാണ് തന്റെ ആഗമ ഉദ്ദേശം എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭുവാണ്. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് പറഞ്ഞത് ഡഫറിൻ പ്രഭുവാണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് 1866 ദാദാഭായ് നവറോജിയാണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് 1866 ദാദാഭായ് നവറോജിയാണ്. ചോർച്ച സിദ്ധാന്തം രൂപീകരിച്ചത് ദാദാഭായ് നവറോജിയാണ്. ചോർച്ച സിദ്ധാന്തം രൂപീകരിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ബാലഗംഗാധര തിലക് ആൻഡ് ആനി ബസന്റ്. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ബാലഗംഗാധര തിലകും ആനി ബസന്റ് ആയിരുന്നു. ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിച്ചത് 1916 ഹോം റൂൾ പ്രസ്ഥാനം രൂപീകരിച്ചത് 1916 ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം സ്വരാജ് നേടിയെടുക്കുക എന്നതായിരുന്നു. മൊണ്ടോഗ്യു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അപ്പൊ മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്ന 1909 ഭരണപരിഷ്കാരത്തെയാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത്. 1919 ആക്ടിനെയാണ് മൊണ്ടോഗ്യു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത്. മൊണ്ടോഗ്യു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 സ്വരാജ് പാർട്ടി രൂപീകൃതമായത് 1923 സ്വരാജ് പാർട്ടി രൂപീകൃതമായത് 1923 CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്ഥാപകൻ. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിതമായ വർഷം 1924. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷന്റെ നേതാക്കൾ സജീന്ദ്ര സന്യാൽ, ജാഗേഷ് ചന്ദ്ര ചാറ്റർജി, രാംപ്രസാദ് ബിസ്മിൽ എന്നിവരായിരുന്നു. സൈമൺ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം 1927 നവംബർ 27 സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത്. സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ സർ ജോൺ സൈമൺ ആയിരുന്നു. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം 1928 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷനിലെ അംഗസംഖ്യ 7 പേരായിരുന്നു. സൈമൺ കമ്മീഷനെ തുടർന്ന് പോലീസ് ലാത്തി ചാർജിൽ മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാലാ ലജ്പത് റായ്. സൈമൺ കമ്മീഷനെ തുടർന്ന് പോലീസ് ലാത്തി ചാർജിൽ മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ദേശീയ ഏകതാ ദിനം ഒക്ടോബർ 1 സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണാർത്ഥമാണ് ദേശീയ ഏകതാ ദിനം ആചരിക്കുന്നത്. അത് ഡേറ്റ് ഒക്ടോബർ 31
ബർദോളി സത്യാഗ്രഹം നടന്നത് 1928-നാണ്. ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന വർഷം 1929-ലെ 29-ലെ കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന വർഷം 1929-ലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോഴുള്ള ഇന്ത്യയിലെ വൈസ്രോയി ലോർഡ് ലിൻലിത്ഗോ പ്രഭുവായിരുന്നു. 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുമ്പോഴുള്ള വൈസ്രോയി. ഈ ആക്ടിന്റെ ശില്പി സർ സാമുവൽ ഹോൾ ആണ്. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1930 നവംബർ 12 മുതൽ 1931 ജനുവരി 19 വരെയായിരുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് 1931 സെപ്റ്റംബർ 7 മുതൽ 1931 ഡിസംബർ 1 വരെയായിരുന്നു. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1932 മുതൽ 1932 നവംബർ 17 മുതൽ 1932 ഡിസംബർ 24 വരെയായിരുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷമാണ് 1934. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായണൻ, അരുണ അസഫ് അലി എന്നിവരായിരുന്നു. ഓഗസ്റ്റ് ഓഫർ അവതരിപ്പിച്ച വർഷം 1940 ഓഗസ്റ്റ് 8-നായിരുന്നു. വൈസ്രോയി ലോർഡ് ലിൻലിത്ഗോ ആയിരുന്നു. ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയി ലോർഡ് ലിൻലിത്ഗോ ആയിരുന്നു. 1940 ഓഗസ്റ്റ് 8-നായിരുന്നു. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകൃതമായ വർഷം 1942-ലായിരുന്നു. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകൃതമായ വർഷം 1942-നായിരുന്നു. ഇന്ത്യൻ നാഷണൽ ആർമി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആസാദ് ഹിന്ദു ഫൗജ് എന്നറിയപ്പെടുന്ന ആർമിയാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്നറിയപ്പെടുന്നത്. ഇനി നേതാക്കന്മാരും അവരുടെ പത്രങ്ങളെ കുറിച്ച് പറയാം. രാജാറാം മോഹൻ റായിയുടെ പത്രമാണ് സമ്പാദ് കൗമുദി മിറാത്തുൽ അക്ബർ. സ്വാമി വിവേകാനന്ദന്റെ പത്രമാണ് പ്രബുദ്ധ ഭാരതം ഉദ്ബോധന എന്നിവ. ബി ആർ അംബേദ്കറിന്റേതാണ് ബഹിഷ്കൃത ഭാരത് ആൻഡ് മൂകനായക്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റേതാണ് അൽ ഹിലാൽ. കോമ്രേഡ് എന്നത് മൗലാന മുഹമ്മദ് അലിയുടേതാണ്. മോത്തിലാൽ നെഹ്റുവിന്റേതാണ് ഇൻഡിപെൻഡന്റ് എന്ന പത്രം. അരവിന്ദ ഘോഷിന്റേതാണ് വന്ദേ മാതരം, കർമ്മയോഗി എന്നിവ. അപ്പൊ വന്ദേ മാതരം എന്ന പത്രം ആരുടേതാണ്? അരവിന്ദ ഘോഷ്. ഹിന്ദു പാട്രിയോട്ട് എന്നത് ഗിരീഷ് ചന്ദ്ര ഘോഷിന്റേതായിരുന്നു. ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റഡ് ഹിക്കിയുടേതാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടേതാണ് ബംഗാദർശൻ എന്നിവ. നാഷണൽ പേപ്പർ, ഇന്ത്യൻ മിറർ എന്നിവ ദേവേന്ദ്രനാഥ് ടാഗോറിന്റെ പത്രങ്ങളാണ്. യങ് ഇന്ത്യ ഹരിജൻ എന്നിവ മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവ ആനി ബസന്റിന്റേതാണ്. യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയുടേതുമാണ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. ഷോം പ്രകാശ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. ഇനി കൃതികൾ പറയാം. രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതിയാണ് ഗോര, ഗീതാഞ്ജലി എന്നിവ. സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ് പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് എന്നിവ. സുബ്രഹ്മണ്യ ഭാരതിയുടേതാണ് പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് എന്നിവ. വള്ളത്തോൾ നാരായണ മേനോന്റേതാണ് എന്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917 ബീഹാറിലായിരുന്നു. 1917 അഹമ്മദാബാദ് മില്ല് സമരം നടന്നത് 1918 ഗുജറാത്തിലും. ഗേഡ സത്യാഗ്രഹം നടന്നത് 1918 ഗുജറാത്തിലുമായിരുന്നു.
എനിക്കൊരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ്. എങ്ങനെ പറഞ്ഞ ദേശീയ നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. എനിക്കൊരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞ ദേശീയ നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതി രചിച്ചത് ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറുമാണ്. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതി രാമചന്ദ്ര ഗുഹയുടേതാണ്. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന കൃതി രാമചന്ദ്ര ഗുഹയുടേതാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ്. ഏത് ദിവസമാണ് ഷഹീദ് ദിവസമായി ആചരിക്കുന്നത്? മാർച്ച് 23 ഷഹീദ് ദിവസമായി ആചരിക്കുന്നത്. എത്ര വയസ്സുള്ളപ്പോഴാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റപ്പെട്ടത്? 23 വയസ്സുള്ളപ്പോഴാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റപ്പെട്ടത്. ഭഗത് സിംഗിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട മറ്റ് 2 വിപ്ലവകാരികളാണ് സുഖ്ദേവ് ആൻഡ് രാജ്ഗുരു. കക്കോരി തീവണ്ടിക്കൊള്ള നടന്നത് 1925 ഓഗസ്റ്റ് 9. കക്കോരി തീവണ്ടിക്കൊള്ള നടന്നത് 1925 ഓഗസ്റ്റ് 9 സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്? 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു. സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് യൂസഫ് മെഹ്റലിയാണ്. ചന്ദ്രശേഖർ ആസാദിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? ചന്ദ്രശേഖർ തിവാരി. ചന്ദ്രശേഖർ തിവാരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗൺമാൻ എന്ന് വിളിക്കപ്പെട്ട വിപ്ലവകാരിയാണ് രാജ്ഗുരു. ഗൺമാൻ എന്ന അറിയപ്പെട്ട വിപ്ലവകാരിയാണ് രാജ്ഗുരു. സുഹൃത്തുക്കൾക്കിടയിൽ ഗ്രാമീണൻ എന്നറിയപ്പെട്ട വിപ്ലവകാരിയാണ് സുഖ്ദേവ് ഗുരു. ഭഗത് സിംഗിന്റെ ജീവചരിത്രം ചിത്രീകരിച്ച ആദ്യത്തെ സിനിമയാണ് ഷഹീദ് ഇ ആസാദ് ഭഗത് സിംഗ് എന്നത്. ഷഹീദ് ഇ ആസാദ് ഭഗത് സിംഗ് എന്നത്. ഗാന്ധിജിയുടെ ആത്മകഥ നവജീവൻ ട്രസ്റ്റ് ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷമാണ് 1927. 1927 ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് മഹാദേവ് ദേശായിയാണ്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ് ദേശായിയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഇംഗ്ലീഷ് പരിഭാഷ അച്ചടിച്ചു വന്ന പ്രസിദ്ധീകരണമാണ് യങ് ഇന്ത്യ. യങ് ഇന്ത്യ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിക്കുമ്പോൾ ഫെതേഴ്സ് ആൻഡ് സ്റ്റോൺസ് എന്ന കൃതി രചിച്ചത് പട്ടാഭി സീതാരാമയ്യയാണ്. പട്ടാഭി സീതാരാമയ്യ. സ്വദേശി സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ എന്തൊക്കെയാണ് ആലേഖനം ചെയ്തിരുന്നത്? താമരകളും അർദ്ധചന്ദ്രനും. എത്ര താമരകളാണ് ഉണ്ടായിരുന്നത്? 8 താമരകൾ. 8 താമരകൾ 8 ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധാനം ചെയ്യുന്നു. അർദ്ധചന്ദ്രൻ ഹിന്ദു മുസ്ലിം ഐക്യത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ചർക്കയോടുകൂടിയ ദേശീയ പതാകയ്ക്ക് രൂപം നൽകിയത് ആരുടെ നേതൃത്വത്തിലാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ. നീൽ ദർപ്പൺ ഏത് കർഷകരുടെ പ്രശ്നങ്ങളാണ് ഉയർത്തിക്കാട്ടിയത്? നീലം കർഷകരുടെ. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതി ആരെല്ലാം ചേർന്നാണ് എഴുതിയത്? ലാറി കോളിൻസ്, ഡൊമിനിക് ലാപ്പിയർ എന്നിവർ. ഇന്ത്യ ഡിവൈഡഡ് ആരുടെ കൃതിയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യ വിൻ ഫ്രീഡം ആരുടെ കൃതിയാണ്? മൗലാന അബ്ദുൽ കലാം. അപ്പൊ ഇന്ത്യ ഡിവൈഡഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യ വിൻ ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഏത് നോവലിൽ നിന്നാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്? ആനന്ദമഠം എന്നീ നോവലിൽ നിന്നാണ്. ഇപ്പൊ തന്നെ നമ്മുടെ സമയം ഒരുപാടായിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് പരമാവധി എന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും ക്ലാസ്സുകൾ ചോദ്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, അടുത്തത് വീണ്ടും ഒരു ക്ലാസ്സുമായി കാണും വരെ ഓക്കെ, ബൈ.